നമസ്കാരം. സ്വന്തം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിലമ്പൂർ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെ പാട്ടുത്സവം 3-ാം ദിവസം പിന്നിട്ടു. വലിയകളം പാട്ടായ നാളെ നടക്കുന്ന സർവാണി സദ്യയിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുക്കുക. വിവാദം നിറഞ്ഞ കരുവാരക്കുണ്ട് തരിശ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അമരമ്പലം TK കോളനി പൂന്തോട്ടം കടവിൽ ടൂറിസ്റ്റുകളെ നിയന്ത്രിക്കുന്നതിന് ചെക്ക് പോസ്റ്റ് നിർമ്മിക്കാൻ നടപടി. വനവും പുഴയും മലിനമാക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി. കരുവാരക്കുണ്ട് CHCയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തി. പരിശോധനയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. നിലമ്പൂർ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലെ വേട്ടയ്ക്കൊരുമകൻ പാട്ടുത്സവം 3-ാം ദിനം പിന്നിട്ടു. പാട്ടുത്സവത്തോടനുബന്ധിച്ചുള്ള പതിവ് ചടങ്ങുകളാണ് ഇന്നും നടന്നത്. മൂന്നാം ദിവസമായ ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ ഉഷപൂജ, ഉച്ചപ്പാട്ട്, പായസപൂജ, ഉച്ചപൂജ എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, അത്താഴപൂജ, സന്ധ്യാവേല, തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവ നടന്നു. തുടർന്ന് 9 മണിയോടെ ഭഗവാന്റെ തിടമ്പ് കരുവാൻകാവിലേക്ക് എഴുന്നള്ളിച്ചു. കരുവാൻകാവിൽ മുല്ലയ്ക്കാമ്പാട്ടിനു ശേഷം പാണ്ടിമേളം, നെറ്റിപ്പട്ട കെട്ടിയ ഗജവീരൻ എന്നിവയുടെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളത്ത് നടന്നു. എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പഞ്ചാരിമേളം, ഈടുംകൂറും, ഇടയ്ക്ക പ്രദക്ഷിണം എന്നിവയ്ക്ക് ശേഷം പാട്ടുപുരയിൽ നടക്കുന്ന കളം പൂജ, കളപ്രദക്ഷിണം, കളം വായിക്കൽ എന്നീ ചടങ്ങുകളോടെ 3-ാം ദിവസത്തെ പാട്ടുത്സവ ചടങ്ങുകൾ സമാപിച്ചു. ചരിത്ര പ്രസിദ്ധമായ നിലമ്പൂർ വലിയകളം പാട്ട് നാളെ നടക്കും. പ്രത്യേക പരിപാടികൾക്ക് പുറമെ നാളെ നടക്കുന്ന സർവാണി സദ്യയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. വലിയകളംപാട്ട് ദിവസമായ നാളെ പുലർച്ചെ 4 മണിയോടെ കൊടിയിറക്കൽ ചടങ്ങ് നടക്കും. ശ്രീകോവിലിൽ പ്രത്യേക തിരുവാഭരണം ചാർത്തിയ കിരാതമൂർത്തിയുടെ രൂപമാണ് നാളെ ദർശിക്കുവാൻ സാധിക്കുക. ശ്രീകോവിലിൽ നാളെ നെയ്വിളക്കുകൾ തെളിയിക്കും. രാവിലെ ഉഷപൂജ, ഉച്ചപൂജ, ഉച്ചപ്പാട്ട്, പായസപൂജ എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ചരിത്രപ്രസിദ്ധമായ സർവാണി സദ്യ നടക്കുക. കിഴക്കൻ ഏറനാടിന്റെ വിവിധ പ്രദേശത്തു നിന്നുമുള്ള ആയിരക്കണക്കിന് വിശ്വാസികൾ ഭഗവാന്റെ സദ്യയിൽ പങ്കെടുക്കാൻ എത്തും. സദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇന്ന് ഉച്ചയോടെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ നിലമ്പൂർ മേഖലയിലുള്ളവർ, പ്രത്യേകിച്ചും ആദിവാസികൾ, വയറുനിറയെ ഭക്ഷണം കഴിച്ചിരുന്നത് വലിയകളംപാട്ട് ദിവസമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. ഈ ദിവസം തങ്ങളുടെ യജമാനന്മാരായ തമ്പ്രാക്കളെ കാണുന്നതിനും അകലെ നിന്നെങ്കിലും ഭഗവാനെ ദർശിക്കുന്നതിനും വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നതിനുമായി നിരവധി ആദിവാസികൾ കാടിറങ്ങി വരാറുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. ഭക്ഷണം മതിയെന്ന് പറയുന്നതുവരെ സദ്യ വിളമ്പും. ആവശ്യത്തിന് കഴിച്ച് ബാക്കി വീടുകളിൽ കൊണ്ടുപോയി ഉണക്കി സൂക്ഷിക്കുന്നതും പതിവാണ്. വർഷകാലങ്ങളിൽ ഭക്ഷ്യക്ഷാമം അനുഭവപ്പെടുമ്പോഴും അസുഖങ്ങൾ പിടിപെടുമ്പോൾ മരുന്നായും ഇത് ഉപയോഗിക്കാറുണ്ടെന്നായിരുന്നു പറയപ്പെടുന്നത്. 101 പറ അരി സാധാരണയായി സദ്യയ്ക്ക് പാകം ചെയ്യാറുണ്ട്. ചില വർഷങ്ങളിൽ ഇതിൽ കൂടുതലും ഉണ്ടാകും. 1 പറ അരി കൊണ്ട് 75 മുതൽ 80 വരെ പേർക്ക് ഭക്ഷണം നൽകുവാനാകും. തുടർന്ന് വൈകിട്ട് ദീപാരാധന, 6:30 സന്ധ്യാവേല, തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവ നടക്കും. തുടർന്ന് കരുവാൻകാവിലേക്ക് തിടമ്പ് എഴുന്നള്ളിക്കും. തിരിച്ചെഴുന്നള്ളത്തിന് 35-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ടിമേളം അരങ്ങേറും. തിരിച്ചെഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പഞ്ചാരിമേളം, ഈടുംകൂറും, ഇടയ്ക്ക പ്രദക്ഷിണം എന്നിവയും പാട്ടുപുരയിൽ കളം പ്രദക്ഷിണം, കളം മായ്ക്കൽ എന്നീ ചടങ്ങുകളോടെ വലിയകളം പാട്ടുത്സവ പരിപാടികൾക്ക് സമാപനമാകും. പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഇന്ന് ക്ഷേത്രകലകൾ അരങ്ങേറി. നിലമ്പൂർ GUP സ്കൂൾ ഗ്രൗണ്ടിലാണ് ക്ഷേത്രകലകൾ അരങ്ങേറിയത്. വേദിയിൽ ഇന്ന് പാണ്ടിക്കാട് ഭരതാഞ്ജലി നൃത്തകലാക്ഷേത്ര അവതരിപ്പിച്ച സിൻഡ്രല എന്ന നൃത്തപരിപാടി അരങ്ങേറി. പ്രമുഖ നൃത്താധ്യാപകൻ അനിൽ വെട്ടിക്കാട്ടിരിയുടെ സംവിധാനത്തിൽ അരങ്ങേറിയ കുച്ചിപ്പുടി ബാലെ ശ്രദ്ധേയമായി. തുടർന്ന് വേദിയിൽ കുന്നത്തുചാൽ തണൽ നാടൻപാട്ട് സംഘം അവതരിപ്പിച്ച നാടൻപാട്ടുകളുടെ ദൃശ്യാവിഷ്കരണവും നടന്നു. ഇന്നലെ നടന്ന നാടകോത്സവത്തിന്റെ സമാപന സമ്മേളനം വൈദ്യുതി മന്ത്രി ആര്യടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ ആര്യടൻ ഷൌക്കത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PV സനൽകുമാർ, വിനോദ് P മേനോൻ, K നൌഷാദ് എന്നിവർ പങ്കെടുത്തു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പുന്നക്കാട് മാതൃകാ GLP സ്കൂളിലെ അക്ഷരക്കൂട്ടം പദ്ധതിക്ക് തുടക്കമായി. പരിപാടി പഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CK സീനത്ത് ഉദ്ഘാടനം ചെയ്തു. അവധി ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം പരിശീലനം നൽകുന്ന പദ്ധതിയാണ് അക്ഷരക്കൂട്ടം. ഇതിന്റെ ഭാഗമായി വാക്കോട്, മുക്കട്ട, കേമ്പിൻകുന്ന്, ഭവനംപറമ്പ്, പൂളക്കുന്ന്, ചെമ്പൻകുന്ന് എന്നിവിടങ്ങളിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ, വീഡിയോ പ്രദർശനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും.
ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ PTA പ്രസിഡന്റ് PK ഉമ്മർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ KK ജെയിംസ്, K ശ്രീധരൻ, P അബ്ദുസലാം, A റഷീദ ബീഗം, M രാധാകൃഷ്ണൻ, VSM കബീർ എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമായി നിരവധി ആളുകൾ പങ്കെടുത്തു. വിവാദങ്ങൾ നിറഞ്ഞ കരുവാരക്കുണ്ടിലെ തരിശ് റോഡ് അറ്റകുറ്റപ്പണികൾക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പണി പൂർത്തിയാക്കുന്നത്. കരുവാരക്കുണ്ട് പഞ്ചായത്തിലെ വിവാദത്തിൽ കിടന്ന കിഴക്കേത്തല തരിശ് റോഡാണ് ടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. നിരവധി പ്രതിഷേധങ്ങൾക്കും നിവേദനങ്ങൾക്കും ഒടുവിലാണ് റോഡിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ റോഡ് ഗതാഗതത്തിന് പോലും സാധിക്കാത്ത സ്ഥിതിയിലായിരുന്നു. തരിശ് പ്രദേശത്തെ യുവാക്കൾ റോഡ് പണി നടത്തണമെന്നാവശ്യപ്പെട്ട് യോഗം ചേരുകയും തുടർന്ന് ജനുവരി 15-നകം റോഡ് പണി പൂർത്തിയാക്കുമെന്ന് തരിശ് വാർഡ് മെമ്പർ വാഴക്കോടൻ അഷ്റഫ് ജനങ്ങൾക്ക് വാക്കു നൽകിയിരുന്നു. കിഴക്കേതല മുതൽ തരിശ് വരെ ഉള്ള 1.5 കിലോമീറ്റർ ദൂരം വരെയാണ് ടാറിംഗ് നടത്തുന്നത്. ഇന്ന് രാവിലെ റോഡ് പണി നടത്തുന്നതിനിടെ ചില വാക്കേറ്റവും നടന്നു. റോഡ് പണി കാര്യക്ഷമമായി നടത്തണമെന്നാവശ്യപ്പെട്ടാണ് വാക്കേറ്റം നടന്നത്. ഇനിയൊരു ഇടവേള.